ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ നിസാനാണ് കേട്ടോ പെയിൻ്റ് അടിക്കാനുള്ളത്. പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മേലുള്ള സ്റ്റിക്കറുകളൊക്കെ ശരിക്ക് ഇളക്കി ഒഴിവാക്കണം. സൈഡിൽ റിഫ്ലക്ടറായിട്ട് ഒട്ടിച്ചതും ഈ ഡോർമ കണ്ടില്ല ഇതിമുള്ള ഈ ഡിസൈനായിട്ട് ഒട്ടിച്ചിട്ടുള്ള ഈ സ്റ്റിക്കർ, അങ്ങനത്തെ എല്ലാ സ്റ്റിക്കറുകളും എടുത്ത് ഒഴിവാക്കണം. സ്റ്റിക്കറുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ആ മേലെ കണ്ട കേരിയാറും കൂടെ ഇവിടെ അയച്ച് കണ്ട് താഴത്തേക്ക് ഇറക്കി വെച്ചോണ്ടി അതിമേലും പെയിൻ്റ് അടിക്കാനുള്ളതാണ് കേട്ടോ. ഈ കാണുന്ന റിഫ്ലക്ടറിൻ്റെ സ്റ്റിക്കറുകൾ ഇവിടെ ചീന്തി കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടൊരു ഗമ്മ് മോഡലുണ്ടാവും, ഒരു വിളഞ്ഞ മോഡൽ. അത് ടർപ്പൻറ്റിനോ ടിന്നറോ എന്തെങ്കിലും ഒരു വേസ്റ്റും ആക്കിക്കാണ്ട് നല്ല തുടച്ച് അതും കൂടെ നന്നാക്കി ഫിനിഷ് ആയിക്കോണ്ടിട്ടാ. മറ്റുള്ള ഡിസൈൻ സ്റ്റിക്കറുകൾക്കൊന്നും അങ്ങനെ ഗമ്മ് ഉള്ളിൽ വല്ലാതെ ഉണ്ടാവില്ല. ഈ റിഫ്ലക്സ് സ്റ്റിക്കറുകൾക്ക് നല്ല ഗമ്മ് ഉണ്ടാവും. ഇത് ചീൻ്റെ ഭാഗത്ത് നോക്കോണ്ടി അതിൻ്റെ താഴെയിട്ട് നല്ല ഗമ്മ് ഉണ്ടാവും, അത് നോക്കോണ്ടി. ഈ കാണുന്ന മാതിരി ഇത് ഗമ്മ് ഇങ്ങനെ ഒരു ഒട്ടി നിൽക്കുന്നുണ്ടാവും. അതിന് പെയിൻ്റ് അടിച്ചാൽ ഒരു ഫിനിഷ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. പൊട്ടിയൊക്കെ നന്നായി വരുത്തി കഴിഞ്ഞാൽ നല്ല പൊടി തട്ടി ഒന്നുകൂടി ക്ലിയർ ആക്കിക്കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈമർ അടിക്കാൻ പറ്റുള്ളൂ. എവിടെത്തി കാര്യങ്ങൾ പൊടി തട്ടൽ കഴിഞ്ഞാൽ പ്രൈമർ അടിക്കുമ്പോൾ പേപ്പറുകൾ ഒട്ടിക്കണം. പെയിൻ്റ് ആവാത്ത ഭാഗത്തേക്കൊക്കെ പേപ്പർ ഒട്ടിക്കണം. എന്നിട്ട് ഇതേമാതിരി പ്രൈമർ അടിക്കണം. പ്രൈമർ അടിച്ചിട്ട് എന്ത് ചെയ്യണം, പിന്നെ അപ്പോൾ പുട്ടി ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളത് കാണും. അപ്പോൾ പിന്നെ ഒന്നും കൂടി ആ സ്ക്രാച്ചുള്ള ഭാഗത്ത് നല്ല പുട്ടിയിടണം. അത് നന്നാക്കി ഫിനിഷ് ആക്കിയിട്ട് അപ്പോഴാണ് പിന്നെ പൂർത്തിയാവുള്ളൂ. എന്നിട്ട് പിന്നെ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ആ പ്രൈമർ മൊത്തത്തിൽ അടിച്ചു നോക്കുക. ഈ പുട്ടിട്ട് കൊടുത്ത് മുഴുവൻ പ്രൈമർ അടിക്കുക, 2 തൊട്ട് പ്രൈമർ അടിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാന്നറിയോ, പുട്ടിയൊക്കെ ഇട്ട് ലെവലാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ പെയിൻ്റ് അടിക്കേണ്ടത്. അങ്ങനെ ഇങ്ങനെ നല്ലപോലെ ഫിനിഷ് ആക്കിയതിൻ്റെ ശേഷമാണ് പേപ്പർ മുഴുവൻ ചീന്തി ഒഴിവാക്കേണ്ടത് കേട്ടോ. വണ്ടീൻ്റെ പെയിൻറ് പണി കഴിഞ്ഞിരിക്കണ്, വണ്ടിക്കാരനെ വിളിച്ചാലോ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലുള്ള പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞെങ്കിൽ ആ വണ്ടീൻ്റെ മുതലാളിനെ വിളിച്ചാളി. ഈ വണ്ടി കൊണ്ടുപോയാലേ ഇപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പണിയെടുക്കാൻ കയറ്റാൻ പറ്റുള്ളൂ. മൂപ്പര് വരുമ്പോഴത്തേന് ആ വണ്ടിമത്തെ പേപ്പറൊക്കെ ഉണ്ട് ചീന്തിട്ടും ചെയ്തോണ്ടിട്ടാ. അപ്പോൾ മൂപ്പര് വരുമ്പോൾ തന്നെ പേപ്പർ ചീന്തിക്കാണ്ട് അപ്പോൾ റെഡിയാവും ചെയ്യും കേട്ടോ.